ഹായ് ഓൾ, എല്ലാവർക്കും സൈലന്റ് ടെക്നിക്കലിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് നമ്മുടെ ഫിറ്റർ എക്സാമുകൾക്ക് വരുന്ന MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസിന്റെ സീരീസുമായിട്ടാണ്. അപ്പം ഇന്ന് സെക്കൻഡ് പാർട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ ഇന്ന് ഫസ്റ്റത്തെ പോർഷൻ ആയിട്ടുള്ള മാർക്കിംഗ് ആൻഡ് മാർക്കിംഗ് ടൂൾസ് എന്ന് പറയുന്ന ആ ഒരു പോർഷനിൽ നിന്ന് വന്നുള്ള കുറച്ച് MCQ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ MCQ ക്വസ്റ്റ്യൻസ് മാത്രമല്ല, ആ ക്വസ്റ്റ്യൻസിൽ വന്നുള്ള ഓപ്ഷൻസ് ഒക്കെ കൃത്യമായിട്ട് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ കൂടെ ഇതിൽ വരുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് കടന്നാലേ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്നു, വിച്ച് ഓഫ് ദ ഫോളോയിങ് മാർക്കിംഗ് മീഡിയ ഈസ് പോയിസണസ്? ഏറ്റവും കൂടുതൽ പോയിസണസ് ആയിട്ട് വരുന്ന മാർക്കിംഗ് മീഡിയ നമുക്ക് ഉള്ളതിൽ ഏറ്റവും കൂടുതൽ പോയിസണസ് ആയിട്ട് വരുന്ന മാർക്കിംഗ് മീഡിയ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം മാർക്കിംഗ് മീഡിയ എന്ന് പറയുന്ന ടോപ്പിക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് PSCയുടെ ഏത് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ PSC പോട്ടെ എല്ലാ എക്സാമുകൾക്ക് നോക്കിയാലും മാർക്കിംഗ് മീഡിയ എന്നുള്ളൊരു ചോദ്യം ഉറപ്പായിട്ടും ചോദിക്കാറുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാ മാർക്കിംഗ് മീഡിയനെ പറ്റിയുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു പോകേണ്ടതുണ്ട്. അപ്പോൾ നമുക്കിവിടെ ചോദിച്ചിട്ടുള്ള ചോദ്യം വരുന്നത് ഏറ്റവും കൂടുതൽ പോയിസണസ് ആയിട്ടുള്ള മാർക്കിംഗ് മീഡിയ ഏതാണ് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് അറിയാം അത് എന്ന് പറയുന്നത് കോപ്പർ സൾഫേറ്റ് ആണ്, അല്ലെ? കോപ്പർ സൾഫേറ്റ് ആണ് തന്ന ഓപ്ഷനിലെ കോപ്പർ സൾഫേറ്റ് ആണ്. ഓപ്ഷൻ സി ആണ് ഇതിലെ ആൻസർ ആയിട്ട് വരിക. അപ്പോൾ വൈറ്റ് വാഷും പ്രഷ്യൻ ബ്ലൂവും സെല്ലുലോസ് ലാക്വറും എന്നീ പറഞ്ഞിട്ടുള്ള മൂന്ന് ആ ഓപ്ഷൻസ് ഓരോന്നിന്റെയും ആപ്ലിക്കേഷൻ എന്താണെന്ന് നോക്കാം. വൈറ്റ് വാഷ് നമുക്കറിയാം എന്താണത്, അത് കാസ്റ്റിംഗ്സിലും അതുപോലെ തന്നെ ഫോർജിങ്സിലും ഉപയോഗിക്കുന്നത്, അല്ലെ? കാസ്റ്റിംഗ്സ് അല്ലെങ്കിൽ ഫോർജിങ്സിലാണ് നമ്മൾ ആ മാർക്കിംഗ് മീഡിയ ഉപയോഗിച്ച് വരുന്നത്. ദെൻ പ്രഷ്യൻ ബ്ലൂ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ക്ലിയർ ആയിട്ടുള്ള ലൈൻസ്, കൂടുതൽ വിസിബിലിറ്റി തരുന്നത് പ്രഷ്യൻ ബ്ലൂ എന്ന് പറഞ്ഞ മാർക്കിംഗ് മീഡിയ ഉപയോഗിക്കുമ്പോഴാണ്. അതോടൊപ്പം തന്നെ അതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് കൂടുതൽ സമയം എടുക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഡ്രൈ ആവാൻ വേണ്ടിയിട്ട്. മോർ ടൈം ഫോർ ഡ്രൈയിങ് എന്ന് പറയുന്നത് പ്രഷ്യൻ ബ്ലൂ തന്നെയാണ്. അതുപോലെ തന്നെ അത് ഫിനിഷ്ഡ് സർഫേസിലാണ് പ്രഷ്യൻ ബ്ലൂ ഉപയോഗിക്കാറുള്ളത്. ഇനി സെല്ലുലോസ് ലാക്വറിന്റെ കാര്യം എടുത്താൽ അത് കൂടുതൽ കൊമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ള ഒരു മാർക്കിംഗ് മീഡിയ ആണ് ആര് പറയുന്നത്? ഈ പറഞ്ഞിട്ടുള്ള സെല്ലുലോസ് ലാക്വർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചോദ്യം ഇത്രയേ ഉള്ളൂ, ഏറ്റവും പോയിസണസ് ആയിട്ടുള്ള മാർക്കിംഗ് മീഡിയ ഏതാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് കോപ്പർ സൾഫേറ്റ് ആണ് എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ അതുപോലെ തന്നെ അതിന്റെ കൂടെ വന്നിട്ടുള്ള ഓപ്ഷൻസും കൂടെ ഏതൊക്കെ ആപ്ലിക്കേഷൻ ഉപയോഗിക്കൂ എന്നുള്ള കാര്യം ഒന്ന് നോക്കി പോകുക. ഓക്കെ, അങ്ങനെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോയാല്, സ്ക്രൈബർ ഈസ് എ ഹാൻഡ് ടൂൾ യൂസ്ഡ് ടു മാർക്ക് ലൈൻസ് ഓൺ ദ ഓപ്ഷൻ എ പറഞ്ഞു വുഡ് സർഫേസ്, ഓപ്ഷൻ ബി മെറ്റൽ സർഫേസ്, ഓപ്ഷൻ സി ബ്രിക്ക്, ഓപ്ഷൻ ഡി കോൺക്രീറ്റ് സർഫേസ്. അപ്പോൾ അവിടെ പറഞ്ഞിട്ടുള്ളത് സ്ക്രൈബർ എന്ന് പറയുന്ന ടൂള് നമുക്ക് ഉപയോഗിക്കുന്നത് ലൈൻസ് മാർക്ക് ചെയ്യാൻ, അതുപോലെ തന്നെ സർക്കിൾസും അതുപോലെ ആർക്കുകൾ മാർക്ക് ചെയ്യാനായിട്ടാണ് നമ്മൾ സ്ക്രൈബർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ സ്ക്രൈബർ എന്ന ടൂള് ഏത് സർഫേസിലാണ് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് വളരെ കൃത്യമായിട്ട് നമുക്കറിയാം. ഇപ്പോൾ വുഡ് സർഫേസിൽ നമുക്ക് കൃത്യമായിട്ട് കൊണ്ടുപോയിട്ട് നമ്മൾ ആ സ്ക്രൈബർ വെച്ച് വരച്ചു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും? അത് കൃത്യമായിട്ട് അവിടെ ഇൻഡന്റേഷൻ തന്നെ മാർക്ക് ചെയ്യാതെ പോകാനുള്ള സാധ്യത. അപ്പോൾ അവിടെ സർഫേസ് കൃത്യമായിട്ട് ഒരു മാർക്കിങ്സ് വളരെ ഡെപ്തിൽ ആ ഒരു മാർക്കിംഗ് ആയി പോകും. കൂടുതൽ പ്രഷർ കൊടുത്താൽ കൂടുതലായിട്ട് അതങ്ങനെ വന്നു പോകും. അതുപോലെ തന്നെ ബ്രിക്കിൽ കൊടുത്താലും ഇതേ പ്രശ്നം ഉണ്ടാവും. കോൺക്രീറ്റ് സർഫേസിൽ നമ്മൾ എന്ത് ചെയ്യാറില്ല? സ്ക്രൈബർ ഉപയോഗിക്കാറില്ല. അപ്പൊ നമ്മൾ സ്ക്രൈബർ ഉപയോഗിക്കുന്ന സർഫേസ് എന്ന് പറയുന്നത് മെറ്റൽ സർഫേസ് ആണ്. ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ ബി, മെറ്റൽ സർഫേസിലാണ് നമ്മൾ സ്ക്രൈബർ എന്ത് ചെയ്യുന്നത്? ലൈൻസും അതുപോലെ തന്നെ ആർക്കുകൾ സ്ക്രൈബ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നുണ്ടാവുക. ഓക്കെ ആണല്ലോ. ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്നു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ PSC ഒരു പുതിയ ട്രെൻഡ് കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണ് അത്? നിങ്ങൾക്ക് ഏത് ലെവലിൽ എക്സാമുകൾ നോക്കിയാലും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് ചോദിച്ചു വരുന്നു. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ച കൺസെപ്റ്റിൽ തന്നെയായിരിക്കും ആ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവുക. അതിനുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എ ഡിവൈഡർ ഈസ് യൂസ്ഡ് ഫോർ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു സ്ക്രൈബിംഗ് സർക്കിൾസ്, 2 പറയുന്നു സ്ക്രൈബിംഗ് ആർക്ക്, 3 പറയുന്നു ട്രാൻസ്ഫറിംഗ് ആൻഡ് സ്റ്റെപ്പിംഗ് ഓഫ് ഡിസ്റ്റൻസസ്. ഓക്കെ, അങ്ങനെ 3 സ്റ്റേറ്റ്മെന്റ് അവിടെ തന്നിട്ടുണ്ട്. സ്ക്രൈബറിന്റെ അല്ലെങ്കിൽ ഡിവൈഡറിന്റെ യൂസേജ് ആണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ എ പറഞ്ഞത് 1 ഓൺലി കറക്റ്റ്, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രം കറക്റ്റ് ആണെന്ന് പറയുന്നു. ബി പറഞ്ഞു 2 ഓൺലി കറക്റ്റ്, സി പറഞ്ഞു 3 ഓൺലി കറക്റ്റ്, ഓപ്ഷൻ ഡി എന്താണ് പറഞ്ഞത്? 1, 2, 3 ആർ കറക്റ്റ്. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ളതിൽ ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ഡിവൈഡറിന്റെ യൂസേജ് ആയിട്ട് വരുന്നത് നോക്കണം. അപ്പോൾ ഡിവൈഡറിന്റെ യൂസേജ് നമുക്കറിയാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതാണ് സർക്കിൾസ് സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് കൃത്യമായിട്ട് നമുക്കറിയാം. എന്താണ്? സർക്കിൾസ് സ്ക്രൈബ് ചെയ്യാൻ നമുക്ക് ഡിവൈഡർ യൂസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അടുത്ത പറയുന്നത് എന്താണ്? ആർക്കുകൾ സ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. നമുക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും സർക്കിൾ വരയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആർക്കും വരയ്ക്കാൻ പറ്റും. അതും ഓക്കെയാണ്. ദെൻ ട്രാൻസ്ഫറിംഗ് ആൻഡ് സ്റ്റെപ്പിംഗ് ഓഫ് ഡിസ്റ്റൻസസ് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ഒരു
ഒരു വർക്ക് പീസ് ഉണ്ട്. ആ വർക്ക് പീസിലെ എത്രയാണോ ഡയമെൻഷൻ, ആ ഡയമെൻഷൻ നമ്മൾ ഡിവൈഡർ എടുത്തതിന് ശേഷം നമുക്ക് സ്റ്റീൽ റൂളർ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ നമുക്ക് എടുക്കുന്ന ഡയമെൻഷൻസ് കൃത്യമായിട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പോൾ ഡിവൈഡർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ട്രാൻസ്ഫറിങ് മൊത്തം സ്റ്റെപ്പിംഗ് ഓഫ് ഡിസ്റ്റൻസും ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പം 1, 2, 3 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ടുള്ള ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണെന്ന് മനസ്സിലായി. അങ്ങനെയാകുമ്പോൾ നമ്മൾ ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആൻസർ തീരുന്നില്ല. അവിടെ ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ തന്നിട്ടുള്ള ഓപ്ഷനിൽ ഏതാണ് കറക്റ്റ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ 1 ഓൺലി കറക്റ്റ്, ബാക്കി 2 ഉം 3 കറക്റ്റ് ആണ് നമുക്കറിയാം. 2 ഓൺലി കറക്റ്റ്, അത് കറക്റ്റ് ആണ്. 2 കറക്റ്റ് ആണ്, പക്ഷെ ഓൺലി കറക്റ്റ് എന്ന് പറയാൻ പറ്റില്ല. 3 ഓൺലി കറക്റ്റ്, 3 മാത്രമല്ല കറക്റ്റ് ആയിട്ടുള്ളത്. ഓപ്ഷൻ ഡി നോക്കിയേ, 1, 2, 3 ആർ കറക്റ്റ്. അപ്പോൾ അവിടുത്തെ ആൻസർ വരിക ഓപ്ഷൻ ഡി ആയിരിക്കും. ഓപ്ഷൻ ഡി ആണ് 1, 2, 3 ആർ കറക്റ്റ് എന്നുള്ളതായിരിക്കും ഇവിടുത്തെ ആൻസർ ആയിട്ട് വരും. വളരെ കൃത്യമായിട്ട് അതിനെ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങനെ പഠിച്ചു പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാലേ, 4th ക്വസ്റ്റ്യനിലേക്ക് പോയാൽ എന്താണ് ക്വസ്റ്റ്യൻ പറയുന്നത്, വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് അഡ്ജസ്റ്റബിൾ പാരലൽ ബ്ലോക്ക് അല്ലെ. അഡ്ജസ്റ്റബിൾ പാരലൽ ബ്ലോക്കിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ പറഞ്ഞു ടു സെറ്റ് ഡിഫറെന്റ് ഹൈറ്റ്, ഓപ്ഷൻ ബി പറഞ്ഞു ടു സെറ്റ് ഡിഫറെന്റ് ഡെപ്ത്, ഓപ്ഷൻ സി ടു സെറ്റ് ഡിഫറെന്റ് ലെങ്ത്, ഓപ്ഷൻ ഡി പറഞ്ഞു ടു സെറ്റ് ഡിഫറെന്റ് ആംഗിൾ. ഇപ്പൊ പാരലൽ ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു ടൂൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ആ പാരലൽ ബ്ലോക്ക് ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ യൂസേജ് എന്താണ് എന്നുള്ളത്, അതിന്റെ യൂസ് എന്താണ് എന്നുള്ളതാണ് ചോദ്യത്തിൽ ചോദിച്ചിട്ടുള്ളത്. അതിന് അഡ്വാൻറ്റേജ് എന്താണെന്നുള്ളതാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, ആ പാരലൽ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് അതിലെ ആംഗിൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഡിഫറെന്റ് ആംഗിൾ സെറ്റ് ചെയ്യാൻ നമുക്ക് പാരലൽ ബ്ലോക്ക് കൊണ്ട് ചെയ്യാൻ പറ്റുമോ, ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ ലെങ്ത്, ഡിഫറെന്റ് ലെങ്ത്തിൽ കൊണ്ടുപോയി നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുമോ, അതും നമുക്ക് സാധ്യമല്ല. ദെൻ ഡെപ്തിൽ, ഡിഫറെന്റ് ഡെപ്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുമോ ആംഗിൾ ഈ പറഞ്ഞുള്ള പാരലൽ ബ്ലോക്ക് ഉപയോഗിച്ചുകൊണ്ട്, അതും സാധ്യമല്ല എന്നുള്ളത് മനസ്സിലായി. അവിടെ ഓപ്ഷൻ എ നോക്കിയേ, ടു സെറ്റ് ഡിഫറെന്റ് ഹൈറ്റ്. നമുക്ക് നമ്മുടെ വർക്ക് പീസിന് നമുക്ക് കൃത്യമായിട്ട് ഒരു വിസിബിൾ ആയിട്ട് താഴത്തെ എഡ്ജും എല്ലാം കൃത്യമായിട്ട് വിസിബിൾ ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ മാർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്ന സമയത്ത് അത് നമുക്കൊന്ന് റൈസ് ചെയ്ത് വെക്കണം അല്ലെ, പൊന്തിച്ച് വെക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റേജുകളാണ് നമ്മൾ പാരലൽ ബ്ലോക്ക് പോലുള്ള ബ്ലോക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവുക. ഓക്കെ ആണല്ലോ. അപ്പൊ അഡ്ജസ്റ്റബിൾ പാരലൽ ബ്ലോക്ക് എന്ന് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, അഡ്ജസ്റ്റബിൾ പാരലൽ ബ്ലോക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഡിഫറെന്റ് ഹൈറ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വർക്ക് പീസിനെ സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അത് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ഓപ്ഷനിൽ ഓപ്ഷൻ എ ആണ്, ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ ആയിട്ട് വരിക. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണല്ലോ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, 5th ക്വസ്റ്റ്യനിലേക്ക് പോയാല്, which of the instrument used to scribe a circle or arc with large diameters. ഓക്കെ ആണല്ലോ. ലാർജ് ഡയമീറ്റർ ആയിട്ടുള്ള സർക്കിളുകൾ വരയ്ക്കാൻ അല്ലെങ്കിൽ ആർക്കുകൾ വരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂൾ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ ആണല്ലോ. ഓപ്ഷൻ എ ഡിവൈഡർ ആണ്, ഓപ്ഷൻ ബി വിങ് കോമ്പസ് ആണ്, ഓപ്ഷൻ സി ട്രാമൽ ആണ്, ഓപ്ഷൻ ഡി ജെന്നി കാലിപ്പർ ആണ്. അപ്പോൾ ഈ തന്നിട്ടുള്ള എല്ലാ ടൂളുകളും എന്താണ്, ഈ പറഞ്ഞിട്ടുള്ള ആർക്കുകൾ വരയ്ക്കാനും അതുപോലെ തന്നെ സർക്കിളുകൾ സ്ക്രൈബ് ചെയ്യാനും വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടൂളുകളാണ്. പക്ഷേ ഇവിടെ കൃത്യമായിട്ട് ക്വസ്റ്റ്യനിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് സർക്കിൾ ഓർ ആർക്ക് വിത്ത് ലാർജ് ഡയമീറ്ററുകളുള്ള ഈ ആർക്കുകളോ സർക്കിളോ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ടൂളാണ് ഉപയോഗിക്കുക എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കി പോകണം. ഇവിടെ ട്രാമൽ എന്ന് പറയുന്ന ടൂളാണ് നമുക്ക് ഈ പറഞ്ഞ ലാർജ് ഡയമീറ്റർ ആയിട്ടുള്ള സർക്കിളും ആർക്കുകളും വരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുക. അപ്പൊ നമുക്ക് സാധാരണ ഉപയോഗിക്കുന്ന ഡിവൈഡർ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ജെന്നി കാലിപ്പർ പോലുള്ള അങ്ങനെയുള്ള ടൂളുകൾ ഉപയോഗിച്ചിട്ട് ഡിവൈഡറിൽ ചെയ്ത് വരയ്ക്കാൻ പറ്റാത്ത സൈസിലുള്ള അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ സൈസിലുള്ള അല്ലെങ്കിൽ നമ്മളെ ഡിവൈഡർ ഉപയോഗിച്ച് വരയ്ക്കാൻ പറ്റുന്നതിനേക്കാളും എത്രയോ സൈസ് കൂടുതലുള്ള സർക്കിൾസ് വരയ്ക്കണമെന്നുണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ആരെയാണ്, ട്രാമലിനെയാണെന്നത് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ട്രാമലാണ് ലാർജ് ഡയമീറ്ററുകളുള്ള ഈ പറഞ്ഞ സർക്കിളുകളും ആർക്കുകളും വരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂൾ എന്ന് പറയുന്നത്. വളരെ കൃത്യമായിട്ട് ആ ഒരു പോയിന്റ് മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണല്ലോ. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാൽ 6th ക്വസ്റ്റ്യൻ, വൈ സർഫേസ് പ്ലേറ്റ് ആർ മെയ്ഡ് ഓഫ് സ്ട്രെസ് റിലീവ്ഡ് ഗുഡ് ക്വാളിറ്റി കാസ്റ്റ് അയൺ. സർഫേസ് പ്ലേറ്റുകൾ ഈ പറഞ്ഞിട്ടുള്ള ഗുഡ് ക്വാളിറ്റി കാസ്റ്റ് അയൺ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ സ്ട്രെസ് റിലീഫ്ഡ് ആയിട്ടുള്ള ഗുഡ് ക്വാളിറ്റി കാസ്റ്റ് അയൺ വെച്ച് നിർമ്മിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ പറഞ്ഞത് എന്താണ്, ടു പ്രിവെന്റ് കൊറോഷൻ, ഓപ്ഷൻ ബി പറഞ്ഞു ടു പ്രിവെന്റ് തെർമൽ എക്സ്പാൻഷൻ, ഓപ്ഷൻ സി പറഞ്ഞു ടു പ്രിവെന്റ് ബ്രേക്കിംഗ്, ഓപ്ഷൻ ഡി പറഞ്ഞു ടു പ്രിവെന്റ് ഡിസ്റ്റോർഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് നമ്മൾ അതിന്റെ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് അതിന്റെ ആൻസർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്, ഈ ഗുഡ് ക്വാളിറ്റി കാസ്റ്റ് അയൺ ഉപയോഗിച്ച് വരച്ചു കഴിഞ്ഞാൽ നിർമ്മിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അതിന്റെ ഡിസ്റ്റോർഷനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും, നശിക്കുന്നത് തടയാൻ വേണ്ടി സാധിക്കും. ടു പ്രിവെന്റ് ഡിസ്റ്റോർഷൻ എന്നുള്ളതാണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ ഡി ആയിരിക്കും ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ ആണല്ലോ. 7th ക്വസ്റ്റ്യനിലേക്ക് പോയാല്, വിച്ച് കാലിപ്പർ പ്രൊവൈഡ് ഫൈൻ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ഡയമെൻഷൻസ്.
താഴെ തന്നിട്ടുള്ളതിൽ ഏറ്റവും ഫൈൻ ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റുന്ന മീൻസ് അങ്ങനെ ചെറിയ ഡയമെൻഷൻസ് പോലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ടൂൾ ഏതാണെന്നുള്ളതാണ്. ഓപ്ഷൻ എ പറയുന്നത് സ്പ്രിംഗ് ജോയിന്റ് കാലിപ്പർ ആണ്. ഓപ്ഷൻ ബി പറഞ്ഞു ഓഡ് ലെഗ് കാലിപ്പർ. ഓപ്ഷൻ സി പറഞ്ഞു ഔട്ട്സൈഡ് കാലിപ്പർ. ഓപ്ഷൻ ഡി പറഞ്ഞു ഇൻസൈഡ് കാലിപ്പർ. അപ്പോൾ തന്നിട്ടുള്ള ഓപ്ഷൻസിലെല്ലാം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഡയമെൻഷൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി സാധിക്കും. പക്ഷെ അവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ്, ഏറ്റവും ഫൈൻ ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റുന്നത് ഏതിനാണ് എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഇവിടെ ഇൻസൈഡ് കാലിപ്പർ എന്ന് നമുക്ക് എന്താണ്, ഇൻസൈഡ് ആയിട്ടുള്ള ഡയമെൻഷൻസ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളത് നമുക്കറിയാം. അതോടൊപ്പം തന്നെ ഔട്ട്സൈഡ് കാലിപ്പർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള പുറത്തുള്ള അളവുകളാണ് നമ്മൾ ഡയമെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് മനസ്സിലാക്കാം. ഓഡ് ലെഗ് കാലിപ്പർ എന്ന് പറയുമ്പോൾ ഒരു ലെഗ് ഈ പറഞ്ഞ ഹെമോഫെഡൽ കാലിപ്പർ അല്ലേ, ജെന്നി കാലിപ്പർ എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. അപ്പോൾ അവിടെ അതും നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇവിടെ സ്പ്രിംഗ് ജോയിന്റ് കാലിപ്പറിനെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ എന്തുണ്ട്, നമുക്ക് ഫൈൻ അഡ്ജസ്റ്റ്മെന്റ് സ്ക്രൂ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ ഫൈൻ അഡ്ജസ്റ്റ്മെന്റ് സ്ക്രൂ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വളരെ കൃത്യമായിട്ട് തന്നെ വളരെ ഫൈൻ ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കൊടുത്ത് നമുക്ക് അവിടെ ഡയമെൻഷൻസ് കൃത്യമായിട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത് ആരാണ്, സ്പ്രിംഗ് ജോയിന്റ് കാലിപ്പർ ആണ്. സ്പ്രിംഗ് ജോയിന്റ് കാലിപ്പർ ആണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 8th ക്വസ്റ്റ്യൻ വരുന്നു. 8th ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞത്, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് സ്ലോട്ട്സ് പ്രൊവൈഡഡ് ഇൻ ദ സ്ലോട്ടഡ് ആംഗിൾ പ്ലേറ്റ്. ഇപ്പോൾ സ്ലോട്ടഡ് ആംഗിൾ പ്ലേറ്റിൽ അവിടെ സ്ലോട്ടുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അത് എന്തിനു വേണ്ടിയിട്ടുള്ള എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ പറഞ്ഞു ഈസി ഹാൻഡ്ലിംഗ്. ഓപ്ഷൻ ബി പറഞ്ഞു ജോബ് ക്ലാമ്പിംഗ്. ഓപ്ഷൻ സി ബെറ്റർ അപ്പിയറൻസ്. ഓപ്ഷൻ ഡി റെഡ്യൂസ് വെയിറ്റ്. അപ്പോൾ ആംഗിൾ പ്ലേറ്റ് എന്ന് പറയുന്ന ടൂൾ, അപ്പോൾ അതിൽ തന്നെ സ്ലോട്ടഡ് ആംഗിൾ പ്ലേറ്റുകളിൽ സ്ലോട്ടുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ ആണല്ലോ. അപ്പോൾ അവിടെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണോ, അത് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല. അതുപോലെ തന്നെ ബെറ്റർ അപ്പിയറൻസിന് വേണ്ടിയിട്ടാണോ, അതും നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല. നമുക്ക് ഇതിൽ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസർ ആണ് വേണ്ടത്. റെഡ്യൂസ് വെയിറ്റ് ആണോ. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് നോക്കി കഴിഞ്ഞാൽ വെയിറ്റ് ഒക്കെ കുറയുന്നതായിട്ട് നമുക്ക് തോന്നും. പക്ഷേ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ആ കൊടുത്തുള്ള സ്ലോട്ടുകൾ എന്ന് പറയുന്നത് നമ്മൾ ജോബ് ക്ലാമ്പ് ചെയ്യാനാണ്. യു ക്ലാമ്പ് ഉപയോഗിച്ചുകൊണ്ട് ജോബിനെ ക്ലാമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ എന്ത് കൊടുത്തുള്ളത്, ആ സ്ലോട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓപ്ഷൻ ബി ആയിരിക്കും ഇവിടുത്തെ ആൻസർ. ജോബ് ക്ലാമ്പിംഗ് ആണ് ആൻസർ ആയിട്ട്. സ്ലോട്ട് കൊടുത്തുള്ളത് ജോബ് ക്ലാമ്പ് ചെയ്യാൻ വേണ്ടിയാണ്. ദാറ്റ് ഈസ് അവിടെ യു ക്ലാമ്പ് യൂസ് ചെയ്തുകൊണ്ട് ആ ജോബിനെ ക്ലാമ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അങ്ങനെ 9th ക്വസ്റ്റ്യൻ വരുന്നു. Which material is used to manufacture grade A V block? അപ്പോൾ വി ബ്ലോക്കിലെ ഗ്രേഡ് എ ഉപയോഗിക്കാൻ അല്ലെങ്കിൽ ഗ്രേഡ് എ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ പറയുന്നത് ആരാണ്, കാർബൺ സ്റ്റീല്. ഓപ്ഷൻ ബി പറഞ്ഞു ക്ലോസ്ലി ഗ്രെയിൻഡ് കാസ്റ്റേൺ. ഓപ്ഷൻ സി പറഞ്ഞു ഹൈ ക്വാളിറ്റി സ്റ്റീല്. ഓപ്ഷൻ ഡി എന്ന് പറയുന്നു ടൂൾ സ്റ്റീല്. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് രീതിയിലുള്ള ഗ്രേഡുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് വി ബ്ലോക്കിന്റെ കാര്യത്തിൽ. ഗ്രേഡ് എയും അതേപോലെ തന്നെ ഗ്രേഡ് ബിയും അല്ലെ. ഗ്രേഡ് എയും ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്, അടുത്ത ആരുണ്ട്, ഗ്രേഡ് ബിയും ഉണ്ട് അല്ലെ. ഗ്രേഡ് ബിയും ഉണ്ട്. അപ്പൊ നമുക്കിവിടെ അവർ രണ്ടാളും ഓരോ കാര്യങ്ങൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഗ്രേഡ് എ നിർമ്മിച്ചിട്ടുള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത് ഹൈ ക്വാളിറ്റി സ്റ്റീലാണ് എന്നുള്ളത് നമുക്കറിയാം. ഹൈ ക്വാളിറ്റി സ്റ്റീലാണ്. ഹൈ ക്വാളിറ്റി സ്റ്റീൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഗ്രേഡ് എ എന്ന് പറയുന്ന വി ബ്ലോക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. അതേപോലെ ഗ്രേഡ് ബിയിലേക്ക് പോയാലോ അത് ക്ലോസ്ലി ഗ്രൈൻഡ് കാസ്റ്റേൺ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ക്ലോസ്ലി ഗ്രൈൻഡ് കാസ്റ്റേൺ വെച്ചിട്ടാണ് നമ്മൾ എന്ത് നിർമ്മിച്ചിട്ടുള്ളത്, ഗ്രേഡ് ബി എന്ന് പറയുന്ന വി ബ്ലോക്ക് നിർമ്മിച്ചിട്ടുള്ളത് അല്ലേ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഗ്രേഡ് എനും ഗ്രേഡ് ബിനും കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞു നോക്കട്ടെ. ഗ്രേഡ് എ എന്ന് പറയുന്ന വി ബ്ലോക്ക് നമ്മൾ മോർ ആക്യുറേറ്റ് വർക്കുകൾക്കാണ് ഉപയോഗിക്കുക. മോർ ആക്യുറേറ്റ് വർക്കുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. മോർ ആക്യുറേറ്റ് വർക്കുകൾക്ക് ഉപയോഗിക്കുന്നു. ദെൻ ഗ്രേഡ് ബി എന്ന് പറയുന്നത് ജനറൽ വർക്കുകൾക്ക്, ജനറൽ മെഷീൻ ഷോപ്പ് വർക്കുകൾക്കാണ് നമ്മൾ ഗ്രേഡ് ബി ഉപയോഗിക്കുക. ജനറൽ വർക്കുകൾക്കാണ് നമ്മൾ ഗ്രേഡ് ബി ഉപയോഗിക്കുന്നത്. ജനറൽ വർക്കിനാണ് നമ്മൾ ഗ്രേഡ് ബി ഉപയോഗിക്കുക എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് നമുക്ക് ആൻസർ മനസ്സിലാക്കാൻ പറ്റി. എന്താണ് ആൻസർ ആയിട്ട് വരിക, ഇവിടെ ഹൈ ക്വാളിറ്റി സ്റ്റീൽ. ഓപ്ഷൻ സി ആണ്. ഹൈ ക്വാളിറ്റി സ്റ്റീലാണ് നമ്മളിവിടെ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്, ഗ്രേഡ് എ വി ബ്ലോക്ക് നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുക. ഇനി ഗ്രേഡ് ബി ആയാലോ ക്ലോസ്ലി ഗ്രൈൻഡ് കാസ്റ്റേൺ ആണ് എന്നുള്ള കാര്യം കൂടെ ഓർത്ത് വെക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഗ്രേഡ് എ എന്ന് പറയുമ്പോൾ ഹൈ ക്വാളിറ്റി സ്റ്റീലാണ്. ഗ്രേഡ് എ ബി എന്ന് പറയുമ്പോൾ എ കഴിഞ്ഞിട്ടാണല്ലോ ബിയിലേക്ക് പോവുക. അപ്പോൾ എ എന്ന് പറയുമ്പോൾ ക്വാളിറ്റി ഉള്ള, അധികം കൂടുതൽ ക്വാളിറ്റി ഉള്ള, കൂടുതൽ ആക്യുറസി തരുന്നതായിട്ടുള്ള ഗ്രേഡ് ആണെന്നുള്ളത് മനസ്സിലാക്കി വെച്ചുകൊണ്ട് ഹൈ ക്വാളിറ്റി സ്റ്റീലാണ് നമ്മൾ ഗ്രേഡ് എക്ക് ഉപയോഗിക്കുക എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ മറ്റേത് എന്ത് വരും, ക്ലോസ്ലി ഗ്രൈൻഡ് കാസ്റ്റേൺ വെച്ചിട്ടായിരിക്കും ഗ്രേഡ് ബി നിർമ്മിച്ചിട്ടുണ്ടാവും. അത് എന്താണ്, നമുക്ക് അത്രത്തോളം ആക്യുറേറ്റ് അല്ലാത്ത മെഷീൻ ഷോപ്പുകൾ, സാധാരണ ജനറൽ വർക്കുകൾക്ക് വേണ്ടിയിട്ടാണ്, ജനറൽ മെഷീൻ ഷോപ്പ് വർക്കുകൾക്ക് വേണ്ടിയിട്ടാണ് ഗ്രേഡ് ബി ഉപയോഗിക്കുന്നത് എന്നുള്ളതും കൂടെ ഓർത്ത് വെക്കുക. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ
10th ക്വസ്റ്റ്യനിലേക്ക് പോയാൽ 10ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാൽ വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ കാലിപ്പർ ഹാവിംഗ് വൺ ലെഗ് വിത്ത് ആൻ അഡ്ജസ്റ്റബിൾ ഡിവൈഡർ പോയിന്റ് ആൻഡ് അതർ ലെഗ് ഈസ് ബെൻഡ്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഒരു ലെഗ് എന്താണ് അവിടെ അഡ്ജസ്റ്റബിൾ ഡിവൈഡർ പോയിന്റ് കൊടുത്തിട്ടുണ്ട്, മറ്റേ ലെഗ് അതർ ലെഗ് എന്ന് പറയുന്നതാണ് ബെൻഡായിട്ടുമായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അടുത്തത് ബെൻഡായിട്ടുമായിരിക്കും ഉണ്ടാവുക എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ ഓപ്ഷൻ എ പറഞ്ഞു സ്പ്രിംഗ് ജോയിന്റ് കാലിപ്പർ, ഓപ്ഷൻ ബി പറഞ്ഞു ജെന്നി കാലിപ്പർ, ഓപ്ഷൻ സി പറഞ്ഞു ഇൻസൈഡ് കാലിപ്പർ, ഓപ്ഷൻ ഡി പറഞ്ഞു ഔട്ട്സൈഡ് കാലിപ്പർ. അപ്പോൾ ഈ പറഞ്ഞതുപോലെയുള്ള ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളത് ഏത് കാലിപ്പറിനാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഔട്ട്സൈഡ് കാലിപ്പർ നോക്കാം. ഔട്ട്സൈഡ് മെഷർമെന്റ്സിലാണ് എടുക്കുന്നത്. അവിടെ ഇങ്ങനെ ഈ പറഞ്ഞതുപോലെ എന്താണ് വൺ ലെഗ് എന്താണ് ബെൻഡ് ആയിട്ടൊന്നല്ല ഉള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. സ്പ്രിംഗ് ജോയിന്റ് കാലിപ്പറിന്റെ കാര്യത്തിലും അങ്ങനെയല്ല, അതേപോലെ ഇൻസൈഡ് കാലിപ്പറിന്റെ കാര്യത്തിലും അതും അങ്ങനെയല്ല. പക്ഷെ ജെന്നി കാലിപ്പർ എന്ന് പറയുന്നത് എന്താണ്? അതിൽ ഒരു എൻഡ് അഡ്ജസ്റ്റബിൾ ഡിവൈഡർ പോയിന്റ് ആണ്, മറ്റേ എൻഡ് എന്താണ് അതൊരു ബെൻഡഡ് പോർഷനുമാണ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത് ജെന്നി കാലിപ്പർ ആണ് എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ ഓർത്ത് വെക്കുക. ജെന്നി കാലിപ്പർ ആണ്. അതുകൂടാതെ ജെന്നി കാലിപ്പർ നമുക്ക് വേറെ രീതിയിലും കൂടെ അറിയപ്പെടാറുണ്ട്. എങ്ങനെയൊക്കെയാണ് അവിടെ പറയുന്നത്? ഒന്ന് ഓഡ് ലെഗ് കാലിപ്പർ എന്നറിയപ്പെടുന്നതും ഈ പറഞ്ഞ ജെന്നി കാലിപ്പർ തന്നെയാണ്. എന്താണ് പറയുന്നത്? ഓഡ് ലെഗ് കാലിപ്പർ എന്നും കൂടെ നമുക്ക് പറയാം. അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് അതിന് പ്രത്യേകത. അതിന് ഒരു ലെഗാണ് ഉള്ളത് എന്നുള്ള കാര്യത്തിൽ ഓർത്ത് ഓഡ് ലെഗ് കാലിപ്പർ എന്നാണ് അതിനെ ഒന്ന് പറയുന്നത്. അതുകൂടാതെ അതിന് വേറൊരു പേരും കൂടെ അറിയപ്പെടാറുണ്ട്, ഹെർമാഫ്രോഡിറ്റ് കാലിപ്പർ. ഹെർമാഫ്രോഡിറ്റ് കാലിപ്പർ എന്നും കൂടെ പറയാറുണ്ട് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഓക്കെ ആണല്ലോ. ഹെർമാഫ്രോഡിറ്റ് കാലിപ്പർ എന്നും കൂടെ അറിയപ്പെടുന്നത് ആരാണ്? ജെന്നി കാലിപ്പർ ആണ്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള പേരുകൾ ഏത് പേരുകൾ തന്നാലും നമുക്ക് ഇവിടുന്ന് ആൻസർ ആയിട്ട് എടുക്കേണ്ടത് ഈ പറഞ്ഞതാണ് എന്നുള്ളത് ഓർത്ത് വെച്ചാൽ മാത്രം മതി. ഓക്കെ ആണല്ലോ. അങ്ങനെ അപ്പോൾ ഇവിടെ പറഞ്ഞ ആൻസർ വരുന്നത് ജെന്നി കാലിപ്പർ ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ പറഞ്ഞുള്ള ഈ 10 ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കി. അപ്പോൾ ഇതുപോലെ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കൂടുതൽ ക്വസ്റ്റ്യൻസ് കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഈ സീരീസ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. എല്ലാവരും കൃത്യമായിട്ട് തന്നെ വാച്ച് ചെയ്ത് പോകുക. അപ്പോൾ ക്വസ്റ്റ്യൻ നിങ്ങൾ വായിക്കുന്ന സമയത്ത് നിങ്ങൾ ആൻസർ ചെയ്യുക. ആ ആൻസർ നിങ്ങളുടെ കമന്റ് ബോക്സിലേക്ക് രേഖപ്പെടുത്തുക. അപ്പോൾ കൃത്യമായിട്ട് നമ്മളുടെ ഈ ഒരു ഇന്റൻസീവ് ഒരു കോഴ്സ് ഈ ഫിറ്റർ കോഴ്സുകൾക്ക് വേണ്ടി ഇവിടെ സൈലന്റ് ടെക്നിക്കൽ നിങ്ങൾക്ക് വേണ്ടി ഉറപ്പാക്കി തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ കോഴ്സിൽ ഇതുവരെയും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ കൃത്യമായിട്ട് ആ ഒരു കോഴ്സിലേക്ക് എല്ലാവരും ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ തന്നുള്ള കമന്റ് ബോക്സിൽ തന്നിട്ടുള്ള നിങ്ങളുടെ നമ്മളുടെ നമ്പറിലേക്ക് വിളിച്ച് അന്വേഷിച്ച് നിങ്ങൾ ബാക്കി കാര്യങ്ങളിൽ ഉറപ്പുവരുത്താൻ ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ കൂടുതൽ അടുത്ത സീരീസുമായിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ഓൾ.